Hello and welcome to Simply Nadan. ഞാൻ ആൻ ബെഞ്ചമിൻ. ഞാനിപ്പോൾ നിൽക്കുന്ന പോണേത്ത് റോഡിൽ തവി എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ദിസ് ഇസ് ബീൻ സ്റ്റാർട്ടഡ് ബൈ ലേഡി ഓൺടർപ്രണർ. പുള്ളിക്കാരത്തി ഓൺടർപ്രണർ ഞാൻ വിളിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിക്കോസ് ഷീ ഈസ് ഇൻ ടു മേക്കപ്പ് ആൻഡ് ഐ നോ ഹർ പേഴ്സണലി ബിക്കോസ് ഞാൻ പുള്ളിക്കാരത്തിലൂടെ മേക്കപ്പ് നേരത്തെ ചെയ്തിട്ടുണ്ട് ഫോർ എ മൂവി. സോ അത് കൂടാതെ നൗ ഷീ സ്റ്റാർട്ടഡ് ഓഫ് വിത്ത് ദിസ് റെസ്റ്റോറൻറ്റ്. അപ്പം ഇതിനെക്കുറിച്ചാണ് നമ്മൾ കൂടുതൽ ഇനി അന്വേഷിക്കാൻ വേണ്ടി പോകുന്നത്. എന്തുകൊണ്ടാണ് മേക്കപ്പിൽ നിന്ന് പെട്ടെന്ന് ഫുഡ് ഇൻഡസ്ട്രിയിലേക്ക് കയറിയെന്നുള്ള കാര്യമെല്ലാം വിൽ ഗോ ഇൻസൈഡ് ആൻഡ് ടോക്ക് ടു ഹർ വാട്ട് വാസ് ദി റീസൺ ബിഹൈൻഡ് ഇറ്റ്, എന്തൊക്കെയുള്ള കാര്യങ്ങളൊന്നും ഐ ഡോണ്ട് നോ. ബിക്കോസ് എനിക്ക് ചേച്ചീനെ അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചേച്ചിയാണ്. അതിൽ നിന്ന് പെട്ടെന്ന് മാറിയിട്ട് എന്തുകൊണ്ട് ഇത് തുടങ്ങി എന്നുള്ളത് വിൽ ഗോ ഇൻസൈഡ് ആൻഡ് ടോക്ക് ടു ഹർ. യെസ്, അപ്പോൾ ഇതാണ് ജസ്റ്റിന ചേച്ചി. ജസ്റ്റിന ചേച്ചിയുടെയാണ് തവി എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് അല്ലേ? ചേച്ചിനെ ഇപ്പം ഞാൻ ഇപ്പോൾ പറയാമെന്ന് എല്ലാവരും. ചേച്ചി എന്ന് വെച്ച് കഴിഞ്ഞാൽ മേക്കപ്പിലാണ് കൂടുതലും നിന്നത്. ഇപ്പം എന്തുകൊണ്ടാണ് തവി തുടങ്ങിയത്, തവിയുടെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു. ഓക്കെ, ഞാനൊരു ആക്ച്വലി മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. ആദ്യം ഹെയർ സ്റ്റൈലിസ്റ്റ് ആയിരുന്നു, പിന്നെ മേക്കപ്പ് പഠിച്ച് മേക്കപ്പ് ആർട്ടിസ്റ്റായി വർക്ക് ചെയ്യുന്നു. അപ്പോൾ എനിക്കൊരു മേക്കപ്പ് സ്റ്റുഡിയോ ഉണ്ട്. നമുക്ക് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് മേക്കപ്പ് സ്റ്റുഡിയോ. അപ്പോൾ ഞാനതൊരു 1 വർഷമായി തുടങ്ങി ഇങ്ങനെ കുറച്ചാളഞ്ഞ് എനിക്ക് പണ്ട് മുതലുള്ള ആഗ്രഹമാണ്. ചെറുതാണെങ്കിലും ഒരു ഹോട്ടൽ റെസ്റ്റോറൻറ്റ് തുടങ്ങണം എന്ന് ഭയങ്കര ആഗ്രഹമായിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്നാണ് ഇതിൻ്റെ തൊട്ടടുത്ത ഷട്ടർ അവർ ഒഴിവായി. തൊട്ടടുത്ത ഷോപ്പ്. അപ്പോൾ പിന്നെ ഞാൻ ആലോചിച്ചു, എനിക്ക് എൻ്റെ കടയുടെ തൊട്ടടുത്താണ്, നമുക്ക് വർക്കില്ലാത്ത സമയത്തൊക്കെ ഇവിടെ സ്പെൻഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് തന്നെ ഞാൻ അതുകൊണ്ടാണ് ഈ ഷോപ്പ് എടുത്തിട്ട് ഈ ഒരു രീതിയിൽ ഇത് ചെയ്തിട്ട് ഒരു നാടൻ രീതിയിലാണ് ചെയ്തേക്കുന്നത്. പേരെന്ന് പറയുന്നത് തവി തന്നെയാണ് അല്ലേ? അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യാലിറ്റികൾ അല്ലെങ്കിൽ ഇവിടുത്തെ എന്തൊക്കെയാണ് കാര്യങ്ങളുള്ളത് അല്ലെ? പെട്ടെന്ന് ഇങ്ങനെ വന്നു എന്ന് പറഞ്ഞു സ്റ്റാർട്ട് ചെയ്യണമെന്ന്. അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ അല്ലെങ്കിൽ ഇന്ന സ്ഥാനങ്ങൾ വേണം അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നോ മനസ്സിൽ? ഞാൻ ഒരു 17 വർഷമായി എറണാകുളത്തുള്ള. അപ്പോൾ നമ്മൾ മിക്കവാറും ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന ആളാണ്. അപ്പോൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്ന ആൾക്കാർ. അപ്പോൾ ഇവിടെ ഉള്ള ഒട്ടുമിക്ക ഹോട്ടലുകളും നമുക്കറിയാം. അപ്പോൾ നമ്മൾക്ക് കഴിക്കാനായിട്ട് ചിലപ്പോഴൊക്കെ ഷൂട്ട് കഴിഞ്ഞ് വരുമ്പോഴോ തിരക്ക് കഴിഞ്ഞൊക്കെ വരുമ്പോൾ നമുക്ക് കഴിക്കാനായിട്ട് ചിലപ്പോൾ കഞ്ഞി കുടിക്കാൻ തോന്നും, അല്ലെങ്കിൽ കുറച്ച് ചോറ്, കറിയൊന്നും ഇല്ലെങ്കിൽ പോലും കുറച്ച് ചോറ് എവിടെ നിന്നെങ്കിലും അങ്ങനെ ഉള്ള കടകൾ അന്വേഷിച്ച് ഞാൻ പോവാറുണ്ട്. അപ്പോൾ ആ ഒരു ഇഷ്ടത്തിന്റെ പുറത്ത് ഇപ്പൊ മിക്ക ആൾക്കാർക്കും കഞ്ഞി കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അത് കാര്യങ്ങളൊക്കെ തിരിച്ചു വരിക. അതെ, പിന്നെ ഞാനൊരു നാട്ടിൻപുറത്ത് ജനിച്ച് വളർന്ന ആളാണ്, മാള, തൃശ്ശൂര്. അപ്പൊ നമ്മള് ചെറുതിലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കഞ്ഞി, പിന്നെ അച്ചാറ്, പിന്നെ കടച്ചക്ക, അങ്ങനെയുള്ള സാധനങ്ങൾ, പുള്ളി മുളകും ചതച്ചത്, അങ്ങനെയുള്ള ഉപ്പുമാങ്ങ, അതൊക്കെയാണ് ഒരുപാട് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു നൊസ്റ്റാൾജിയ എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. നമുക്കാണെങ്കിലും ഇഷ്ടമാണ്, കഴിക്കാതെ കിട്ടുന്നില്ല. അപ്പം അതുകൊണ്ട് അങ്ങനൊരു ഐഡിയ ഞാൻ ചെയ്തത്. അങ്ങനത്തെ ഒരു സാധനം വേറെ കളറോ ഒരു അജിനാമോട്ടോ ഒന്നും ചേർക്കാതെ ഉണ്ടാക്കണം, ആൾക്കാർക്ക് കൊടുക്കണം. പിന്നെ ഫുഡ് കൊടുക്കാന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. അതുകൊണ്ട് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി അപ്പം എന്തൊക്കെയാണെന്ന് അല്ല, ഓക്കെ, അതിന് മുന്നേ നമ്മുടെ ഇവിടുത്തെ ലൊക്കേഷൻ ടൈമിങ്സും ഒക്കെ ഒന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് കലൂര് ദേശാഭിമാനിയിലാണ്. ദേശാഭിമാനി പ്രസിന്റെ ഓപ്പോസിറ്റ് പോണോത്ത് റോഡ് എന്ന് പറഞ്ഞ റോഡുണ്ട്. അവിടെ പോണോത്ത് റോഡ് കയറുമ്പോൾ തന്നെ ഫസ്റ്റ് ലെഫ്റ്റ് പോണോത്തിലേ അവിടെയാണ് നമ്മുടെ തവി. അവിടെ തന്നെ ബോർഡ് ഇങ്ങോട്ട് കയറുമ്പോൾ തന്നെ കാണാവുന്നതാണ്. അതെ, അവിടെ തന്നെയാണ് എൻ്റെ മേക്കപ്പ് സ്റ്റുഡിയോ. അപ്പോൾ മേക്കപ്പ് ചെയ്യണമെന്നവർക്ക് അപ്പുറത്ത് വരാം, ഫുഡ് കഴിക്കണം എന്നുള്ളവർക്ക് ഇപ്പുറത്ത് വരാം. അപ്പോൾ ഇത് രണ്ടും അടുത്തടുത്താണ്. പിന്നെ നമ്മുടെ പ്രത്യേകത കഞ്ഞിയാണ്. അത് കാലത്ത് ഒരു 11 മണിയാകുമ്പോൾ കഞ്ഞി റെഡിയാവും. നമ്മൾ ഒരു മഴയൊക്കെ കഴിഞ്ഞിട്ട് പഴങ്കഞ്ഞിയും കൂടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കഞ്ഞിയാണ്, ചൂട് കഞ്ഞിയാണ്. അത് 11 മണി തുടങ്ങി രാത്രി 10:30 വരെ കഞ്ഞി അവൈലബിൾ ആണ്. ഫുൾ ടൈം കഞ്ഞിയാണ്. ഒരു റെസ്ട്രിക്ഷൻ ഇല്ല. ഒരു ഉച്ചയാകുമ്പോഴേക്കും കഞ്ഞി ക്ലോസ് ചെയ്തിട്ട് അങ്ങനെ. പിന്നെ അതുകൂടാതെ കാലത്ത് 8 മണിക്ക് തുറക്കും. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. 8 മണി തുടങ്ങി ചായ, പുട്ട്, ഇടിയപ്പം എല്ലാം ഉണ്ട്. അതൊക്കെ നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ്. പിന്നെ കടല, മുട്ടക്കറി, അങ്ങനെ. പിന്നെ 11 മണിയാകുമ്പോൾ കഞ്ഞി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കഞ്ഞി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ കഞ്ഞിയുണ്ട്, ഗോതമ്പ് കഞ്ഞി, ജീരക കഞ്ഞിയാണ് നമ്മുടെ ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യലായിട്ട് പോകുന്നത്. ഉലുവ, ആശാളി, ജീരകമൊക്കെ ഇട്ടിട്ട് ഉള്ളൊരു, അത് ശരീരത്തിന് നമുക്ക് ഭയങ്കര തണുപ്പാണ്. മുസ്ലിംസ് നോയമ്പ് കാലത്തൊക്കെ കുടിക്കുന്ന കഞ്ഞിയാണ്. അപ്പോൾ അത് ജീരകക്കഞ്ഞി ഇവിടെ ഒരുപാട് പോകുന്നുണ്ട്. പിന്നെ 8 ധാന്യങ്ങളിട്ട ഒരു ധാന്യക്കഞ്ഞിയുണ്ട്. പിന്നെ ഒരു സ്പെഷ്യൽ ചീരക്കഞ്ഞി, ചീര, മുട്ട ഒക്കെ ഇട്ടിട്ട്. ചീര ശരിക്കും നമുക്ക് നല്ലതാണ്, ആൾക്കാർക്ക് അധികം, ചിലവർക്ക് അധികം ഇഷ്ടമല്ല, പക്ഷെ ഭയങ്കര ഹെൽത്തി സാധനമാണ്. അപ്പോൾ അത് ജീരകമൊക്കെ ഇട്ടിട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ്. അപ്പോൾ അത് സ്പെഷ്യൽ ചീരക്കഞ്ഞിയുണ്ട്.
പിന്നെ ഓട്സ് കഞ്ഞി, പാൽക്കഞ്ഞി, തൈര് കഞ്ഞി, പിന്നെ നമ്മുടെ ഒരു സ്പെഷ്യൽ കഞ്ഞി മോഹക്കഞ്ഞി എന്ന് പറഞ്ഞ കഞ്ഞിയുണ്ട്. അത് കപ്പ കുറച്ച് ഇഞ്ചി പച്ചമുളകൊക്കെ ഇട്ടിട്ട് വേവിച്ചിട്ട് തൈരില് കാന്താരി മുളകും ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് അത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഭയങ്കര ടേസ്റ്റിയാണ്. മോഹം തോന്നും ആൾക്കാർക്ക് കഴിച്ചു കഴിഞ്ഞാൽ. അപ്പൊ അങ്ങനെ ഒരു കഞ്ഞിയുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ബേസിക്കലി നമ്മുടെ വെറൈറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ കഞ്ഞികളാണ് ഉച്ചയ്ക്ക് ഇവിടെ കൊടുക്കുന്നത്. അതിന്റെ സൈഡ് ഡിഷ് ആയിട്ട് എന്തൊക്കെയാണ്? പിന്നെ നമ്മൾ ഒരു പ്രത്യേക മൺപാത്രത്തിലാണ് കൊടുക്കുന്നത്. മൺപാത്രവും അതിന്റെ ഡിഷെല്ലാം കൊടുക്കുന്നത് മൺപാത്രത്തിലാണ്. പിന്നെ സൈഡ് ഡിഷ് കൊടുക്കുന്നത് നോർമലി നമ്മളൊരു കടയിൽ ചെന്ന് കഴിഞ്ഞാൽ കടലയായിരിക്കും, പയറായിരിക്കും, ഗ്രീൻ പീസ്, വൻപയറോ ചെറുപയറോ ഗ്രീൻ പീസോ അങ്ങനെയുള്ള ഒരു കറിയാണ്. നമ്മൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വാഴച്ചുണ്ട്, കൊടപ്പൻ എന്ന് പറയും, കൊടപ്പൻ, പിണ്ടി, പിന്നെ കായയുടെ തൊണ്ട്, ഇങ്ങനെയുള്ള സാധനങ്ങൾ. പിന്നെ അതുകൂടാതെ നമ്മുടെ കപ്പയും പയറും, കപ്പയും വൻപയറും കപ്പയും ഇതും കൂടി ഒരു പുഴുക്കുണ്ടാക്കും. പിന്നെ അസ്ത്രം എന്ന് പറഞ്ഞ പഴയ ഒരു കറിയാണ്. അസ്ത്രം അപ്പൊ ചേന, ചേമ്പ് എല്ലാം കൂടി അതൊരു കഞ്ഞിയുടെ കറിയാണ് പഴയ. അപ്പൊ അതൊക്കെയാണ് കറി. പിന്നെ അത് കൂടാതെ അതിന്റെ ഈ അച്ചാറിന് പകരം നമ്മൾ കൊടുക്കുന്നത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അച്ചാറൊന്നും അല്ല. നമ്മൾ ഇവിടെ ഇട്ട നാരങ്ങച്ചാറും മാങ്ങച്ചാറും നമ്മളതൊരു 3-4 മാസമായിട്ട് അത് ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പുമാങ്ങ ഇട്ട് വെച്ചിട്ടുണ്ട്, ഇരുമ്പമ്പുളി, നെല്ലിക്ക, ലൂബിക്ക, ഇതെല്ലാം നമ്മൾ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് കാന്താരിമുളക് ഉള്ളിയൊക്കെ കൂട്ടിയിട്ട് ചതച്ചിട്ട് ചമ്മന്തി കൊടുക്കും. പിന്നെ അതുകൂടാതെ ചെമ്മീന്റെ ചമ്മന്തി, ഇതൊക്കെയാണ് സൈഡ് ഡിഷ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പൊ എല്ലാം സൈഡ് ഡിഷ് ആണെങ്കിലും ബാക്കിയുള്ള കറികളാണെങ്കിലും എല്ലാം ഇവിടെ തന്നെ ചെയ്തെടുക്കുന്നതാണ്. നമ്മൾ തന്നെ വെറൈറ്റി ഉള്ള ഡിഷ് എന്ന് പറയുന്നത് ഇറ്റ്സ് കഞ്ഞി അല്ലേ? ഉച്ചയ്ക്കും വൈകുന്നേരം ഏത് ടൈമിലും ആൾക്കാർക്ക് വന്നു കഴിഞ്ഞാൽ കഞ്ഞി കുടിക്കാം. യെസ്, ഫ്രം 11 to 10:30. അതെ, 10:30. അപ്പൊ രാവിലത്തെ ടൈമിൽ സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, അങ്ങനത്തെ എല്ലാം ഉണ്ട്. ഓക്കെ. വേറെ എന്താണ് ഇവിടെ സ്പെഷ്യൽ ആയിട്ടുള്ളത്? വേറെ നമുക്ക് പിന്നെ വൈകുന്നേരം ആൾക്കാർ സ്നാക്സ്, ഇപ്പൊ നോർമലി എല്ലാവരും കുട്ടികളാണെങ്കിലും വലിയ ആൾക്കാരാണെങ്കിലും പഫ്സ്, പുറത്തുനിന്ന് പോയി ബേക്കറി പലഹാരങ്ങളെ ആശ്രയിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം പഫ്സ് ഒക്കെ കഴിക്കുമ്പോൾ അത് അത്ര ഹെൽത്തി അല്ല, ഓയിലി. ഇപ്പോൾ പഴംപൊരി ആയാലും ഒരുപാട് ഓയിൽ ഉണ്ടാവും. ഇപ്പൊ ഞാനൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടല്ലേ വണ്ണം വെച്ചിട്ട്, ഞാൻ കടയിൽ ചെന്ന് ആദ്യം നോക്കുന്നത് അടയുണ്ടോ കൊഴുക്കട്ട ഉണ്ടോന്നാ. ആദ്യം ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ ബേക്കറിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് കഴിക്കുമ്പോൾ വണ്ണം വെക്കുമെന്ന് അറിയാമെങ്കിലും അത് അത്രയും ഓയിൽ കുറവാണല്ലോ എന്നുള്ളൊരു ചിന്തയാണ്. അപ്പൊ ആ ഒരു ഇത് എൻ്റെ മനസ്സിലുള്ളതുകൊണ്ട് ഞാൻ അവല് നനച്ചത്, നമുക്കിവിടെ വൈകുന്നേരം അവല് നനച്ചതുണ്ട്. പിന്നെ കൊഴുക്കട്ട, അത് നമ്മൾ കാണിക്കാം. കൊഴുക്കട്ട അതൊരു അച്ചു പോലെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ്. അവലും തേങ്ങയും ശർക്കരയൊക്കെ ഉള്ളിൽ വെച്ചിട്ട് കൊഴുക്കട്ട, അവല് നനച്ചത്, ഇലയട, ചക്കട, ഏലാഞ്ചി, ഇതൊക്കെയാണ് ആവിയില് ഉള്ളതാണ് കൂടുതൽ സാധനങ്ങൾ. ആവിയിൽ വേവിക്കുന്നതാണ്. സോ ഹെൽത്തി ആയിട്ടുള്ള ഡിഷാണ്. ഇപ്പൊ രാവിലത്തെ ആണെങ്കിലും ഉച്ചക്കത്തെ ആണെങ്കിലും രാത്രിയിലത്തെ ആണെങ്കിലും സ്നാക്ക് ടൈമിലുള്ളതാണെങ്കിലും ഫുൾ ഹെൽത്തി ആയിട്ടുള്ള ഐറ്റംസ് ആണ്. അപ്പോൾ ഇത്രയും നമ്മൾ ഫുഡിനെ കുറിച്ച് ഇവിടെ കേട്ടു. ഇവിടുത്തെ ടൈമിംഗ് ഞങ്ങൾക്ക് മനസ്സിലായി, ലൊക്കേഷൻ മനസ്സിലായി. സോ ഡു കം ഹിയർ ആൻഡ് ഹാവ് ഓൾ ദീസ് ഹെൽത്തി ഫുഡ്. മീൻ വൈൽ ഞാൻ അകത്ത് പോയി ഇവിടുത്തെ കുക്കിംഗ് ഒക്കെ എന്താണെന്നുള്ളത് നമുക്ക് ആദ്യം. അപ്പോൾ അതിന് മുന്നേ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, ചേച്ചി തന്നെയാണോ നടത്തുന്നത്? അതെ, ഞാൻ തന്നെയാണ്. തന്നെ ഓൾറെഡി. സോ ഐ ടോൾഡ് യു ഷീസ് ആൻ ഓൺടർപ്രണർ, മേക്കപ്പ് ആർട്ടിസ്റ്റിന്ന് അതും വെച്ചുകൊണ്ട് ഒരു ഹോട്ടലും കൂടെ സ്റ്റാർട്ട് ചെയ്തേക്കാണ്. സോ ഐ ഗോ ഇൻസൈഡ്, അകത്ത് പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഓക്കെ, താങ്ക് യു. സോ ഇതാണ് നമ്മുടെ കിച്ചൺ. ഇവിടെയാണ് കുക്കിംഗ് എല്ലാം നടക്കുന്നത്. ഇവിടെ കുറേ മൺപാത്രങ്ങളും, ലൈക്ക് തനി നാടെന്ന് തന്നെ പറഞ്ഞ് ഇവിടെ മൺപാത്രവും നമ്മുടെ ഭരണിയൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. സോ ഇവിടെയാണ് ഫുൾ കുക്കിംഗ് നടക്കുന്നത്. പറഞ്ഞോളൂ, ചേച്ചി തന്നെ പറഞ്ഞു എന്തൊക്കെയാണ് ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണെന്നുള്ളതൊക്കെ പറഞ്ഞു. നമുക്ക് ചേച്ചി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആദ്യമേ. ഇത് ലത, നമ്മുടെ ഷെഫാണ്. ഇവര് ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. ലതയും ഹസ്ബൻഡും ആണ്, രാജീവ്. രണ്ടുപേരുമാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. ഞാനിവിടെ അങ്ങനെ അധികം ഉണ്ടാവാറില്ല, അപ്പൊ ഇവര് തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. ചേച്ചി ഇപ്പൊ എന്താ ചെയ്യുന്നത് എനിക്കൊന്ന് പറഞ്ഞു. ഇപ്പൊ നമുക്ക് മെയിനായിട്ട് ഇതിന്റെ കഞ്ഞി എന്ന് വെച്ചാൽ സാധാരണ കൊടുക്കുന്ന പോലെ കടല, പയറ്, ഗ്രീൻ പീസ് അങ്ങനെയല്ല. ഞങ്ങൾക്ക് ഓരോ ദിവസം എന്തെങ്കിലും വെറൈറ്റി ആയിട്ട്. ഇപ്പൊ ഇന്നിപ്പോ പച്ചക്കായയും പയറും കൂടി തോരനാണ്. പിന്നെ അല്ലെങ്കിൽ മറ്റേ കടച്ചക്ക ആയിരിക്കും, അല്ലെങ്കിൽ പിണ്ടി ആയിരിക്കും, വാഴക്കൂമ്പായിരിക്കും, അങ്ങനെ എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ടായിരിക്കും. പിന്നെ അതിന്റെ സൈഡ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മൾ ഒന്നില്ലെങ്കിൽ ഇവിടെ തന്നെ നമ്മൾ ഉണ്ടാക്കിയ അച്ചാറ്, അല്ലെങ്കിൽ ഉപ്പുമാങ്ങ ഉപ്പിലിട്ടത്, ഇരുമ്പുംപുളി ഉപ്പിലിട്ട് വെച്ചതുണ്ട്, നെല്ലിക്ക ചതച്ചതുണ്ട്, പിന്നെ ഉള്ളി മുളകും കൂടി ചാലിച്ചത്. ഇപ്പൊ എല്ലാവർക്കും വായില് വെള്ളം ഊറുന്ന സാധനങ്ങളാണ്, പഴമയുടെ ഇതുള്ള സാധനങ്ങൾ, അതാണ് നമ്മൾ കൊടുക്കുന്നത്. അത് പപ്പടമാണ്. ഇപ്പൊ ഇന്നത്തെ ഈ കറി ഇതാണ്. പിന്നെ അത് കൂടാതെ ഉച്ചയ്ക്ക് സൈഡ് എന്താണ് അല്ലാതെ ഉള്ളത്? നെല്ലിക്ക ചമ്മന്തിയാണ് നമ്മുടെ നെല്ലിക്ക ചമ്മന്തി. ഓക്കെ. അപ്പൊ ഇത് ഇപ്പൊ വേവിച്ച് വെച്ചേക്കാണ് അല്ലേ? അതെ, അത് ബീൻസും കായും കൂടെ വേവിച്ച് വെച്ചേക്കാണ്. മഞ്ഞപ്പൊടി. അതെ, ഇതിപ്പോ നമ്മൾ ആദ്യം കായയും അച്ചിങ്ങയും കൂടി വേവിച്ചു വെച്ചു. മഞ്ഞപ്പൊടി ലൈറ്റ് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് വേവിച്ചു വെച്ചു. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് കടുക് പൊട്ടിച്ചിട്ട് സവാള, പിന്നെ കുറച്ച് ഇഞ്ചി, വേപ്പിലയും ഇട്ടിട്ട് ഇത് വെച്ചേക്കാം. അധികം പച്ചമുളക്, എരിവ് ആൾക്കാർക്ക് കഞ്ഞിക്ക് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഇതിലേക്ക് ഇനി ഇതിട്ടിട്ട് താളിക്കും. കുറച്ച് ചതച്ച മുളക് ഇടും ലാസ്റ്റ്. ചതച്ച മുളക് ഇട്ടിട്ടാണ് താളിക്കുന്നത്. അല്ലാതെ കൂടുതൽ നമുക്ക് അങ്ങനെ മസാല നമ്മൾ അങ്ങനെ അധികം ഉപയോഗിക്കാറില്ല. ഗരം മസാലയോ മറ്റ് മസാലപ്പൊടികളോ കളറോ അജിനോമോട്ടോ പോലുള്ള ഒന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. നാടൻ എന്ന് പറഞ്ഞാൽ നാടൻ രീതിയിൽ തന്നെയാണ് നമ്മൾ മാക്സിമം കൊടുക്കാൻ ശ്രമിക്കാറ്. അപ്പൊ ഇപ്പൊ രാവിലത്തെ ഫുഡ് ഇവിടെ നമ്മൾ രാവിലത്തെ ടൈമിലാണ് ഇവിടെ വന്നേക്കുന്നത്. സോ രാവിലത്തുള്ള ഫുഡും ഇവിടെ കുറെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനൊരു കാര്യം പാത്തേക്ക് വന്നപ്പോൾ നോട്ട് ചെയ്ത് അവിടെ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കൊഴുക്കട്ട. അതാണ് നമ്മളുടെ ഇവിടുത്തെ സ്നാക്സ്. ഇപ്പൊ ഞങ്ങൾ പുറത്തുനിന്ന് മറ്റേ സമൂസ, പഫ്സ് അങ്ങനത്തെ ഒന്നുമില്ല. ഞാൻ ഒന്ന് എടുത്തോണ്ട് വരാം, ഒരു മിനിറ്റ്. നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും യെസ്, ഇതാണ് ഐറ്റം ഞാൻ പറഞ്ഞത്. ഇതാണ് തവിയുടെ സ്പെഷ്യൽ കൊഴുക്കട്ട. ഇതിന് ഒരുപാട് ആൾക്കാർ അന്വേഷിച്ചു വരുന്നുണ്ട്. നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ്. അത് ഒരു അച്ചിലാണ് ഉണ്ടാക്കുന്നത്. ആദ്യമേ ഇനി മോമോസ് ഈ അച്ചിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇത് നല്ല നാടൻ, നമ്മൾ തന്നെ ഇവിടെ തന്നെ തയ്യാറാക്കുന്ന പൊടിയാണ്. അപ്പൊ അതിന്റെ ഉള്ളിൽ ശർക്കര, പിന്നെ ഏലക്ക ചതച്ചത്, തേങ്ങ എല്ലാം ഇട്ടിട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കുന്നത്. ഇതിന് ഒരുപാട് ആൾക്കാർ അന്വേഷിച്ചു വരുന്നുണ്ട്. ഭയങ്കര സോഫ്റ്റ് ആണത്. മറ്റ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ കുറച്ചൊരു കട്ടി പോലെ തോന്നും. പിന്നെ അതിൻ്റെ ഉള്ള ഫില്ലിങ്സ് ഒക്കെ വേറെയാണ്. അപ്പൊ ഈ ഒരു ഇത് ഭയങ്കര ഇതാണ് ഇവിടെ തന്നെ ഉണ്ടാക്കുന്നത്. പിന്നെ ഇലയട, ചക്കയട, അവല് നനച്ചത്, അതൊക്കെയാണ്. അല്ലാതെ നമ്മൾ അല്ലാത്ത ഫ്രൈ, മാക്സിമം എണ്ണ സാധനങ്ങൾ ഒഴിവാക്കിയിട്ട് ഉള്ള ഇതാണ്. സോ അപ്പം ഇത് എനിക്ക് റെഡി ആവട്ടെ. നമ്മളിവിടെ വേറൊരു സാധനം കുക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതും കൂടെ എന്താണെന്ന് പറഞ്ഞേക്കാം. അത് കപ്പയാണ്. കപ്പ, ഇഞ്ചി, പച്ചമുളക് ഒക്കെ ഇട്ടിട്ട് വേവിച്ച് വെച്ചേക്കുന്ന കപ്പയാണ്. കപ്പ എന്താന്ന് വെച്ചാൽ നമ്മുടെ ഒരു സ്പെഷ്യൽ കഞ്ഞിയാണ്. അത് മോഹക്കഞ്ഞി എന്നാണ്. കഞ്ഞിയാണോ ഇത്? അല്ല, അത് കഞ്ഞിയല്ല, അത് കപ്പയാണ്. അത് തയ്യാറാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. മോഹക്കഞ്ഞി എന്നാണ് അതിന്റെ പേര്. എന്ന് വെച്ചാൽ നമ്മള് സാധാരണ കഞ്ഞി തന്നെ ഉപ്പിട്ട് വേവിച്ച കഞ്ഞിയില് ഇത് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം ഇട്ടിട്ട് വേവിച്ച് വെച്ചാണ് കപ്പയാണ്. അത് തൈര്, കാന്താരിമുളകൊക്കെ ചതച്ചത്, ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഉള്ളൊരു കഞ്ഞിയാണ് മോഹക്കഞ്ഞി എന്ന് പറഞ്ഞാൽ. നമ്മളത് ഉണ്ടാക്കും കുറച്ച് കഴിയുമ്പോൾ. പിന്നെ ഒരു വേറൊരു 2-3 തരം നമ്മളുടേതായ റെസിപ്പി ഉണ്ട്. സ്പെഷ്യൽ ചീരക്കഞ്ഞി എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ചീരക്കഞ്ഞി. അതായത് മുട്ട, ചീര ഇതുപോലെ നമ്മൾ വേവിച്ച് വെച്ചിട്ട് മുട്ട, ചീര കൂടുതൽ മാക്സിമം നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കൊടുക്കാൻ വേണ്ടിയുള്ളത്. ചീര, മുട്ട സൈഡ് ആയിട്ടാണോ അത് മിക്സ് ചെയ്യും? അത് നമ്മൾ മിക്സ് ചെയ്യും കഞ്ഞിക്കകത്തോ മിക്സ് ചെയ്തിട്ട് മുട്ട പുഴുങ്ങിയത്. അതിനൊക്കെ. പിന്നെ നമ്മുടെ ഏറ്റവും സ്പെഷ്യൽ മാസ്റ്റർ പീസ് എന്ന് പറഞ്ഞാൽ ജീരകക്കഞ്ഞിയാണ്. ജീരകക്കഞ്ഞി എന്ന് പറഞ്ഞാൽ മുസ്ലിംസ് ഒക്കെ നോയമ്പ് കാലത്ത് കഴിക്കുന്ന കഞ്ഞിയാണ്. അത് ഉലുവ, ആശാളി, ജീരകം, തേങ്ങ എല്ലാം അരച്ചിട്ടുണ്ടാക്കണം. അപ്പൊ അതിനാണ് ഇവിടെ ഏറ്റവും അധികം ആൾക്കാർ അന്വേഷിച്ചു വരുന്നത്. നമുക്ക് അതെന്നും ജീരകക്കഞ്ഞി ഉണ്ടാവും. അപ്പോൾ ഉച്ചക്കത്തേക്കുള്ള ചമ്മന്തിക്കുള്ള നെല്ലിക്ക ചമ്മന്തിയാണ് ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ അതിനുള്ള കാന്താരി ഇവിടെ ഓൾറെഡി നമ്മൾ ഇത് എന്തൊക്കെയാണ് ഇട്ടേക്കുന്നത്? ചൊറുക്കയും വെള്ളം ചൂടാക്കിയിട്ട് തിളപ്പിച്ചാറ്റിയ വെള്ളം അതിലിട്ട് വെച്ചേക്കും. അപ്പൊ കാന്താരിമുളക് അങ്ങനെ ഇരുന്നോളൂ. അതിൽ നിന്ന് എടുത്തിട്ടാണ് നമ്മൾ ഈ ചമ്മന്തിക്കൊക്കെ എടുക്കുന്നത്. സാധാരണ പച്ചമുളക് ഇടുന്നതിലും ഭയങ്കര ടേസ്റ്റ് വ്യത്യാസം കാന്താരിമുളക് ഇട്ട്. സോ നമ്മളാണെങ്കിൽ ഇതിന് ചതയ്ക്കാൻ വേണ്ടി പോകണം. കുരുവൊക്കെ എടുത്തിട്ട് കൊച്ചുള്ളി ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നെല്ലിക്ക
കുരു കളഞ്ഞത് ഇടുകയാണ്. അതിൻ്റെ കൂടെ തന്നെ കാന്താരിയും. വേറെ എന്തെങ്കിലും ഇടുന്നുണ്ടോ ചേച്ചി അതിനകത്ത്? ഓക്കെ. സോ ഈ 3 സാധനം കൂടി ഇട്ടിട്ട് മിക്സിക്കകത്തിട്ടൊന്ന് അരച്ചെടുക്കാൻ വേണ്ടി പോകുന്നു. നല്ലതായിട്ട് ചതയണോ അതോ? യെസ്. സോ നമ്മൾ ആദ്യമേ തന്നെ നമ്മുടെ നെല്ലിക്കായും കാന്താരിയും കൂടി ഇട്ട് ചതച്ചെടുത്തു. അതിനുശേഷം നമ്മൾ തേങ്ങ കുറച്ചെടുത്തിട്ട് പിന്നെ അരച്ചു അല്ലേ, മിക്സിക്കകത്തിട്ടൊന്ന് അരച്ചിട്ട് അത് രണ്ടും കൂടെ മിക്സ് ചെയ്തു. ലാസ്റ്റിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നെല്ലിക്ക ചമ്മന്തി റെഡി ആയിട്ടുണ്ട് അല്ലേ? വേറെ ഒന്നുമില്ലല്ലോ, കഴിഞ്ഞു. യെസ്. അപ്പോൾ നമ്മൾ ജീരക കഞ്ഞിയാണ് അടുത്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നമ്മുടെ കഞ്ഞി. ഓക്കെ. സോ ഇത് എന്ത് കഞ്ഞിയാണ്? ഇത് ജീരക കഞ്ഞിയാണ്, നമ്മുടെ സ്പെഷ്യൽ കഞ്ഞിയാണ്. ഇത് നമ്മൾ വേവിക്കുമ്പോൾ തന്നെ ഉലുവ ആശാളിയൊക്കെ ഭയങ്കര ശരീരത്തിന് തണുപ്പാണ്. നോർമലി അങ്ങനെ അധികാരം ഫുഡിൽ കഴിക്കാനായിട്ട് ചിലവർക്ക് ഇഷ്ടമില്ല. പക്ഷെ നമ്മൾ ഈ കഞ്ഞിയിൽ ഇട്ടിട്ട് അത് വെന്ത് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ചിലവർ പറയും കഞ്ഞി നമുക്ക് ഇഷ്ടമല്ല, പ്രത്യേകിച്ച് ഉലുവ എന്നൊക്കെ കേൾക്കും. പക്ഷെ ഇത് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെയും ജീരക കഞ്ഞി ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് വരും. നമുക്ക് ശരീരത്തിന് തണുപ്പും കൂടിയാണ്, നല്ലതാണ്. അപ്പം നമ്മൾ അതൊക്കെ ഇട്ട് വേവിച്ചിട്ട് ലാസ്റ്റാണ് ഇതിൻ്റെ തേങ്ങ, ഉള്ളി, ജീരകം എല്ലാം കൂടി അരച്ചു വെച്ചത് മിക്സ് നമ്മൾ ചേർക്കും. ഇത് ഉള്ളി ജീരകമൊക്കെ അരച്ചത്, ജീരകവും ചുമന്നുള്ളിയും കൂടി അരച്ചത് നമ്മൾ ഇതിൽ ചേർക്കും. തേങ്ങ അരപ്പോടെ ഇടുവാണ്, പാലൊന്നും അല്ല, തേങ്ങ ഫുൾ തേങ്ങ ആയിട്ടിടും. ഇതിപ്പോൾ ഏകദേശം പ്രിപ്പയർ ആയി കഴിഞ്ഞു. ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. ഓൾറെഡി വെന്തൊക്കെ ഇരിക്കുന്നതാണ്. ഇപ്പം ആ തേങ്ങ ഒന്ന് ജസ്റ്റ് വേവാനുള്ള ഒരു സമയം കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഉള്ളി വെളിച്ചെണ്ണയിൽ താളിച്ച് ഇടും. നമ്മൾ പായസമൊക്കെ ഇതാക്കില്ലേ മൂപ്പിക്കുന്ന പോലെ, ചുവന്നുള്ളി മാത്രം. അത് ഒരു ചീനിച്ചട്ടി എടുത്തിട്ട് ഇതാക്കി ഇതിനകത്തേക്ക് ഇടും. ഓക്കെ. സോ നമ്മുടെ ഉള്ളി ഓൾറെഡി നല്ലതായിട്ട് വറുത്തിട്ടുണ്ട്. അത് ഇതിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഫൈനലായി. ഉലുവ കഞ്ഞി എന്നും പറയും, ചിലവര് ജീരകക്കഞ്ഞി എന്നും പറയും. ജീരകക്കഞ്ഞി. ഓക്കെ. സോ നമ്മുടെ ഒരു ടൈപ്പ് കഞ്ഞി നമ്മൾ കണ്ടു എങ്ങനെയാ ചെയ്തേക്കുന്നത്. വേറെ ഇവിടെ ഓൾറെഡി ചെയ്തു വെച്ചു, അതിന്റെ മിക്സ് എല്ലാം പറഞ്ഞു. ഇപ്പൊ അടുത്ത് എന്താ നമ്മളെ കാണിക്കാൻ വേണ്ടി? നമുക്ക് നമ്മുടെ അടുത്ത സ്പെഷ്യൽ മോഹക്കഞ്ഞി അത് നമുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം. ഓക്കെ. യെസ്. സോ നമ്മൾ അടുത്ത് ചെയ്യാൻ വേണ്ടി പോകുന്ന മോഹക്കഞ്ഞി. സോ നമ്മൾ നേരത്തെ റെഡിയാക്കിയേക്കുന്ന കപ്പയുടെ കൂട്ട് അല്ലേ? അത് കപ്പ വേവിച്ച് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പിന്നെ ഇട്ടിട്ട് കടുക് പൊട്ടിച്ച് ഉള്ളിയും ചതച്ചമുളകും വേപ്പില ഇട്ടിട്ട് താളിച്ച് വെച്ചേക്കുന്നതാണ് ഓൾറെഡി. പിന്നെ നമുക്കത് തൈര് ഇതുപോലെ കാന്താരി മുളകും ഇഞ്ചിയും പച്ചമുളകും. നമുക്ക് ദഹനത്തിന് അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് ഇഞ്ചിയൊക്കെ നമ്മൾ ചേർത്തേക്കുന്നത്. ഇഞ്ചിയും കാന്താരി മുളകൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയാണ് ഇതിന്റെ ഇൻഗ്രീഡിയൻസ്. അപ്പൊ അതിട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്യുന്നതാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്, എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് എന്നുള്ളത്. ഓക്കെ. കപ്പ തൈര് എന്ന് പറയുന്നത് ആക്ച്വലി നല്ലൊരു കോമ്പിനേഷൻ ആണ്, കപ്പയും തൈരും. അതെ, കപ്പയും തൈരും നമ്മൾ ഇതിൻ്റെ കൂടെ കാന്താരി മുളകും കൂടി ആയിക്കഴിഞ്ഞാൽ നല്ല ഇതാണ് കൂട്ടി കഴിക്കാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ സ്പൂണൊന്നും ഉപയോഗിക്കാതെ കൈയിട്ട് പഴങ്കഞ്ഞി കഴിക്കുന്ന പോലെ തന്നെ. പഴങ്കഞ്ഞിയിൽ ഇതേപോലത്തുള്ള മിക്സ് ഇടും, തൈരും കപ്പയൊക്കെ. അത് പക്ഷേ ചൂട് കഞ്ഞിയിലും ഇതിട്ട് കഴിഞ്ഞാൽ നല്ല കോമ്പിനേഷനാണ്, ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. പിന്നെന്ന് വെച്ചാൽ ഇഞ്ചിയും പച്ചമുളക് വെളുത്തുള്ളി ഹെൽത്തി സംബന്ധമായ എല്ലാ സംഭവങ്ങളും നമ്മൾ ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. നോർമലി കപ്പ വേവിച്ചെടുക്കുന്നതിനേലും ഉള്ളി വെളുത്തുള്ളി ഇതൊക്കെ ഇടുമ്പോൾ കുറച്ചും കൂടി നല്ലതാണ്. നമുക്ക് ദഹനത്തിനും അധികം വയറിനൊന്നും നല്ല പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതിനും നമുക്ക് ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്.
നമ്മൾ 2 ടൈപ്പ് കഞ്ഞി ഉണ്ട് ഓൾറെഡി. സാധാ കഞ്ഞിയുണ്ട്, ജീരകക്കഞ്ഞിയുണ്ട്, മോഹക്കഞ്ഞി ഉണ്ട്. ഇനി എന്തെങ്കിലും കാണിക്കുന്നത്? ഇനി സ്പെഷ്യൽ ചീരക്കഞ്ഞിയുണ്ട്. ചീരക്കഞ്ഞി. ഓക്കെ. ഇവിടെ ഇപ്പം എല്ലാ ദിവസവും ഒരു സെറ്റ് ഓഫ് മെനു ആണോ, അപ്പോൾ അതോ എല്ലാ ദിവസവും ഈ കഞ്ഞികളെല്ലാം ഉണ്ടോ? ഇപ്പോൾ ജീരകക്കഞ്ഞിയും സാധാ കഞ്ഞിയും ഉണ്ടാവും, പിന്നെ ഈ മോഹക്കഞ്ഞിയും സ്പെഷ്യൽ ചീരകഞ്ഞിയും എല്ലാ ദിവസവും ഉണ്ടാവും. ഓക്കെ. സോ വരുന്നവർക്ക് എങ്ങനെ അറിയും ഇവിടെ മെനു ഉണ്ടോ? എങ്ങനെയാ ആൾക്കാർ എങ്ങനെ അറിയുന്നത്? നമ്മളിവിടെ ബോർഡ് ഉണ്ട്, നമുക്ക് അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും ഇന്നത്തെ സ്പെഷ്യൽ എന്നും പറഞ്ഞിട്ട് ഓരോ കഞ്ഞി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് വെച്ചിട്ടുള്ള. സോ ഇത് സാധാരണ കഞ്ഞി ആണെങ്കിലും നമ്മൾ നല്ല രീതിയിലൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അതെ. ഇനി എൻ്റെ ജോലി എന്ന് വെച്ചാൽ ഇതെല്ലാം ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്യുന്നുള്ളതാണ്. ഓക്കെ. സോ ഞാൻ അതിലേക്ക് വിട്ടിട്ട് പോവാണ്. അപ്പോൾ എനിക്കുള്ള എല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചോ. അതിൻ്റെ സൈഡ് ഡിഷസ് എന്തൊക്കെയാണെന്നുള്ള ഇവിടുത്തെ സ്പെഷ്യാലിറ്റീസ് എല്ലാം. ഓക്കെ. ഞാൻ ടേബിളിലേക്ക് പോവാണ്. സോ ചേച്ചി കൊണ്ടുപോകും. ഓക്കെ. 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 സോ നമ്മൾ കുക്കിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മളിവിടെ വന്നിരിക്കുകയാണ് ചേച്ചിയായിട്ട്. തവിയുടെ കൂടുതൽ വിശേഷങ്ങളൊക്കെ പറയാം. തവി ഇപ്പോൾ നമ്മൾ കഞ്ഞിയാണ് ഇപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. തുടങ്ങിയിട്ട് അതൊരു കാര്യം ചോദിക്കാൻ പറ്റുമോ? തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര നാളായി? തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 1 month ആവുന്നേ ഉള്ളൂ. മെയ് 14-ാം തീയതിയാണ്. ഇപ്പൊ തന്നെ ആൾക്കാർ ചേച്ചി ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു, ആൾക്കാർ ചോദിച്ചു വരുന്നുണ്ട്. അതെ, പല സ്ഥലത്തുനിന്നും കാലടി, അങ്കമാലി എന്നൊക്കെ ആൾക്കാർ ഫേസ്ബുക്കിൽ കണ്ടിട്ട് കഞ്ഞി കണ്ടിട്ട് ആൾക്കാർ കുടിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മിക്കവരും ചോദിക്കുന്ന പഴങ്കഞ്ഞിയില്ലേ. പഴങ്കഞ്ഞി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ഈ മഴയൊക്കെ ഒന്ന് മാറിയിട്ട് ജൂൺ ജൂലൈ കഴിഞ്ഞിട്ട് ഓഗസ്റ്റ് ആകുമ്പോഴേക്കും പഴങ്കഞ്ഞിയും കൂടി തുടങ്ങാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. പിന്നെ അതുകൂടാതെ യൂബർ ഈറ്റ്സ്, സ്വിഗ്ഗി അങ്ങനെയുള്ളതിൽ കഞ്ഞി ഇപ്പോൾ അധികം സ്ഥലത്തൊന്നും നമുക്ക് കിട്ടുന്നില്ല പാഴ്സൽ. അപ്പോൾ ആൾക്കാർ ഡെലിവറി ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അതും കൂടി നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ. സോ എനിക്ക് ചീരക്കഞ്ഞി കിട്ടിയിട്ടുണ്ട്. ചേച്ചിക്ക് എന്താണ് കിട്ടിയത്? മോഹക്കഞ്ഞിയാണ് കിട്ടിയത്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ? ഒരുമിച്ച് ചേച്ചിയുടെ കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്യാന്ന് വെച്ചേ. കഞ്ഞിക്കകത്ത് പല പല വെറൈറ്റി സാധനങ്ങൾ ഇടാൻ പറ്റുമെന്നൊക്കെ നമുക്ക് വ്യൂവേഴ്സ് ഇപ്പോൾ കണ്ട സ്ഥിതിക്ക് ഐ തിങ്ക് എവ്രി വൺ ഒന്ന് ട്രൈ ചെയ്ത് ഡെഫിനറ്റ് ആയിട്ട് നോക്കുമെന്ന് തോന്നുന്നു. എൻ്റെ കൂട്ടത്തിൽ തന്നെ ഉള്ളതാണ് നമ്മുടെ കായയും അച്ചിങ്ങയും കൂടി മെഴുക്ക് വരട്ടി, നെല്ലിക്ക ചമ്മന്തി. ഞാൻ ഈ സ്പൂണുമായിട്ടൊന്ന് യൂസ് ടു ആവണോ? അതിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. കാന്താരി മുളകൊക്കെ ഇട്ടിട്ട് ഒരു ഇതിൻ്റെ കൂടെ കിട്ടുന്ന പ്ലേറ്റാണ് പപ്പടം, നമ്മുടെ ചമ്മന്തി, നെല്ലിക്ക ചമ്മന്തി നമ്മൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു. കൂടാതെ തന്നെ ഒരു തോരനോ കാന്താരി മുളക് ഇവിടെ വെച്ചിട്ടുണ്ട്. അത് ഞാൻ കഴിച്ച് കാണിക്കുന്നില്ല, കഴിക്കുന്ന ആൾക്കാരുമുണ്ട്. അപ്പോൾ ഇവിടെ ഭയങ്കര വെറൈറ്റി ഓഫ് കഞ്ഞീസ് ഉണ്ട്. അറ്റ് ദ സെയിം ടൈം ബ്രേക്ക്ഫാസ്റ്റ് ഇസ് ഓൾസോ അവൈലബിൾ ഹിയർ. സോ ഞാനിനി ഇത് കഴിക്കുന്നതിന് മുന്നേ ചേച്ചി ഇവിടെ ഒന്നും കൂടെ നമ്മുടെ ലൊക്കേഷനും ടൈമിങ്ങും കൂടെ ഒന്നും കൂടെ ഒന്ന് പറഞ്ഞേക്കാം. നമുക്ക് ഇത് കലൂര് ദേശാഭിമാനിയാണ്. ദേശാഭിമാനി പ്രസിൻ്റെ ഓപ്പോസിറ്റ് ഒരു പോണോത്ത് റോഡ് എന്ന് പറഞ്ഞ റോഡുണ്ട്. അപ്പോൾ അവിടെ റോഡുണ്ട്. പോണോത്ത് റോഡിലേക്ക് കയറുമ്പോൾ തന്നെ ഫസ്റ്റ് ലെഫ്റ്റ് പോണോത്ത് ലെയിൻ, അവിടെയാണ് നമ്മുടെ തവി. അവിടെ നമ്മൾ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ 8 മണിക്ക് ഓപ്പൺ ആക്കും. 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ 11 മണി തുടങ്ങി വൈകുന്നേരം രാത്രി 10 മണി 10:30 വരെ കഞ്ഞിയുണ്ട്. സോ താങ്ക് യു സോ മച്ച് ഞങ്ങളിവിടെ ഇൻവൈറ്റ് ചെയ്തത്. താങ്ക് യു. ആൻഡ് ഡെഫിനറ്റ് ഒരു വെറൈറ്റി ആൻഡ് ഹെൽത്തി ഓപ്ഷനാണത്. യെസ്. Thank So I'll catch you all next week in a new place with something more simply Naadan. Till then, bye.